കുംഭമേളയെ സംസ്ഥാന സർക്കാർ കൂടുതൽ ഗൗരവത്തോടെ കാണണമെന്നും 2027 കുംഭമേളയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് പേർ തിരുനാവായയിൽ എത്തിച്ചേരുമെന്നും മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി പറഞ്ഞു. പ്രയാഗ്രാജിൽ എല്ലാ വർഷവും നടക്കുന്ന മേളയ്ക്ക് സമാനമായ രീതിയിലായിരിക്കും തിരുനാവായിലെ മഹാമാഘ മഹോത്സവം സംഘടിപ്പിക്കുകയെന്നും 2028 നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് മുന്നോടിയായാണ് 2027 കേരള കുംഭമേള സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ വിവിധ സന്യാസി പരമ്പരകളിൽപ്പെട്ട സന്യാസിമാർ ഇത്തവണ തിരുനാവായിലെത്തും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെയും സന്യാസിമാരുടെയും വലിയ സാന്നിധ്യം മേളയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം ഇപ്പോൾ കുംഭമേളകളൊക്കെ നടക്കുമ്പോൾ നിങ്ങളെല്ലാവരും മാധ്യമപ്രവർത്തകരാണ്, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് ആ പ്രദേശത്ത് സാമ്പത്തിക സ്ഥിതിയിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിതാവസ്ഥയിൽ വരുന്ന വ്യത്യാസം. അതുപോലെ തന്നെ ഇപ്പോൾ ചെറിയൊരു കാര്യം കഴിഞ്ഞ തവണ ഒരു 40 ലക്ഷം ആളുകൾ വന്നു ചേർന്നു എന്ന് പറയുമ്പോൾ അവരൊരു 1000 രൂപ വീതമെങ്കിലും ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്നൊരു സാമ്പത്തിക വിനിമയം എത്രയാണെന്ന് ലളിതമായിട്ട് ചിന്തിച്ചാൽ അറിയാം. അപ്പം അത് ഒരു പ്രദേശത്തിൻ്റെയും കേരളത്തിലേക്കുള്ള ആഭ്യന്തര ടൂറിസത്തിൻ്റെ വികാസത്തിനും ഒക്കെ സഹായകരമാകുന്ന ഒന്നാണ്. ആ ഗൗരവത്തിൽ തന്നെ സർക്കാർ കാണുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.